അല്ലിയെ കാണാനെത്തിയ മനസ്സജനെ കാത്തിരുന്നത് അല്ലിയുടെ മൃതശരീരമായിരുന്നു. അല്ലിയുടെ മരണവാർത്ത അറിയുന്ന വയലോരം വീട്ടിൽ എല്ലാവർക്കും വിഷമം. എന്നാൽ രവിയുടെ നിലപാടിൽ കടുത്ത അമർഷം. അപ്പച്ചിയപ്പൻ എന്നല്ലേ പറയാറ്, നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങ് പോയാ മതി. ഇനി മനസ്സജനെ സൂക്ഷിക്കണമെന്ന് മതികല സഞ്ജയന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ബാക്കി കഥ കൂടി മനസ്സജനെങ്ങാനും അറിഞ്ഞ പൊന്നു മോനെ ചാണക്കി വെച്ച പിച്ചാത്തിയുമായി അവനിങ്ങി വരും. പണിയാനുള്ള പണി നമ്മളായിട്ടങ്ങ് ചെയ്താ പോരെ. അല്ലി നഷ്ടപ്പെട്ട മനസ്സജന്റെ മനസ്സിൽ പ്രതികാര ചിന്ത. തുടർന്ന് കാണുക. ഞാൻ എടുത്തുകാടി ഒന്നും ചെയ്യത്തില്ല. അളന്നു മുറിച്ച് കണക്ക് കൂട്ടി തൂക്കം ഒട്ടും കുറയാതെ കൃത്യമായി മനസ്സിൽ കൊടുത്തോളാം. അതെ വല്ലേട്ടാ, അതെ നമ്മൾ പോന്ന വെച്ച ഹോട്ടൽ വല്ലതും ഉണ്ടോ? ഹോട്ടലോ? അതെ നമ്മളിപ്പോ അച്ഛനൊക്കെ കച്ചുന്ന ഹോട്ടൽ. ഹോട്ടൽ ഹോട്ടൽ. പിന്നെ അവിടെ നിന്ന് പൊറോട്ടയും ബീഫും വാങ്ങിച്ചോ. തരാം. മനുഷ്യന് വാങ്ങിച്ചേ തരാം കുട്ടിയോളി. രണ്ടു പേരും എന്റെ പൊറോട്ടയും ബീഫും. അതെ പിന്നെ ഒരാളും ചിക്കൻ വാങ്ങിച്ചാ മതിയേ. ശരി, നമുക്ക് പോവാം. കാറി കയറി. പിന്നെ ഹോട്ടലാണുമ്പോ നിർത്തണേ. നിർത്താം കുട്ടിമണി. സിജ വാ സിജ. രവി, സിജൻ വന്നത് നീ കണ്ടില്ലേ? കാണാതെ പിന്നെ. രവിയുടെ കാഴ്ചയ്ക്കൊന്നും ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. ഞാൻ നിന്നോട് വഴക്കിനോ തർക്കത്തിനോ ഒന്നും വന്നതല്ല. എല്ലാ തവണയും നമ്മുടെ സംസാരം തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ, പിന്നീടല്ലേ വഴക്കാകുന്നത്. എടാ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ബാലേട്ടൻ എന്താന്ന് വെച്ചാ പറയും. ഞാനിവിടെ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കുക, അന്നേരവാ. എടാ, ഇതിനേക്കാളൊക്കെ ഒത്തിരി പാടുപിടിച്ച ഗെയിമായിരിക്കും ജീവിതത്തിൽ വരാൻ പോകുന്നത്. തുടങ്ങി. എന്ത് പാടുപിടിച്ച ഗെയിമാണെങ്കിലും അത് ഈ രവി കളിച്ച് ജയിച്ചോളാം. ബാലേട്ടന്റെ കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്കും. എടാ, സിജനെ നീ കണ്ടില്ലേ? കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാണാതിരിക്കാൻ കടുമണിയുടെ അത്രയും ചെറുതായിട്ടൊന്നും ഇല്ലല്ലോ സിജൻ. രവി, എടാ, ഒരു മരണവീട്ടിൽ നിന്നാ സിജന്റെ വരവ്. അതും ഒരേ ഒരു പെങ്ങള്. കുഴിമാടത്തിന്റെ അടുത്ത് നിന്ന് നെഞ്ചു പൊട്ടി കരയുന്നത് ഞാൻ കണ്ടതാ. വണ്ടി ഓടിച്ച് ഇവിടെ വരുന്നത് വരെ സിജൻ കരച്ചിലായിരുന്നു. ഞാനതിന് എന്നാവണം? നീ ചെല്ലണം. നീ ചെന്ന് സിജനെ ഒന്ന് ആശ്വസിപ്പിക്കണം. ഒരാശ്വാസവാക്ക് പറയണം. പിന്നെ ആശ്വാസം? ഞാൻ ആശ്വാസവാക്ക് പറഞ്ഞാലുടൻ സിജന്റെ സങ്കടമെല്ലാം ആവിയായി പോവല്ലേ. അതിന്റെ കാര്യമൊന്നുമില്ല. എടാ നീ ഇങ്ങനെ പറയരുത്. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരാൾക്കല്പം സമാധാനം കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ? നീയും സിജനും തമ്മിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? ഇല്ല എന്ന് കരുതി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടാന്നൊന്നുമില്ലല്ലോ. എടാ, മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർക്കേ അത് മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ പറ്റൂ. നമുക്കെന്തിനാടാ വിദ്യാഭ്യാസം? അത് മനുഷ്യനെ മനസ്സിലാക്കാനും മാന്യമായി പെരുമാറാനുമാ. വിദ്യാഭ്യാസം ഇല്ലാത്തവൻ നായയെപ്പോലെ കുരച്ചുകൊണ്ടിരിക്കും. അത് അവന്റെ കുറ്റമല്ല, അവൻ അതേ അറിയൂ. എന്നേക്കാളും പഠിപ്പുള്ളവനല്ലേ നീ? വിവരമുള്ളവനല്ലേ നീ? നമ്മുടെ കൂടെ ഒരാൾ സങ്കടപ്പെട്ടിരുന്നാൽ അത് കണ്ടില്ലെന്ന് നടിച്ച് മുഖം തിരിച്ചിരിക്കാൻ കഴിയുമോ നമുക്ക്? ബാലേട്ടൻ കൂടെ പോയി നടന്ന് ആശ്വസിപ്പിച്ചില്ലേ, അതുപോലെ. അതങ്ങനല്ലടാ. പോയത് സിജന്റെ പെങ്ങളാ. നമ്മുടെ പെങ്ങൾക്ക് ഒരു ജീവിതം കൊടുത്ത ആളാ സിജൻ. സിജന്റെ ഈ അവസ്ഥയിൽ ഇടവും വലവും നിൽക്കേണ്ടത് നമ്മളാ. ഇത് വലിയ ശല്യമായല്ലോ. എനിക്ക് ആരെയും ആശ്വസിപ്പിച്ച ശീലമൊന്നുമില്ല. ഇല്ലെങ്കിൽ ശീലിക്കണോടാ. ആശ്വസിപ്പിച്ച ശീലമില്ല പോലും. ഇല്ലെങ്കിൽ നാളെ നീ കരയുമ്പോ കണ്ണീരൊപ്പം നിന്റെ ഈ രണ്ട് കൈ തികയാണ്ട് വരും. ഞാൻ കരയുമ്പോ എന്റെ കണ്ണീര് ഞാൻ ഒപ്പിക്കോളാം. ബാലേട്ടൻ അത് പറഞ്ഞു വരട്ടണ്ട. എന്റെ ചങ്ക് പൊട്ടിയാലും രവി ആരുടെയും സഹായമോ സഹതാപമോ സഹാനുഭൂതിയോ ചോദിക്കാൻ വരത്തുമില്ല. ആയിക്കോട്ടെ,
നിന്റെ അത്രയും മനക്കെട്ടി ആർക്കും കാണത്തില്ലല്ലോ. ഇതിപ്പോ നീയും ഞാനും തമ്മിലുള്ള ചർച്ചയോ പ്രശ്നമോ ഒന്നും അല്ല. നമ്മുടെ പെങ്ങക്ക് ഒരു ജീവിതം കൊടുത്തവനോടുള്ള സാമാന്യ മര്യാദയുടെ കാര്യമാണ്. എടാ, എന്നോടുള്ള ദേഷ്യ പിണക്കൊന്നും നീ ഇതിലോട്ട് കൊണ്ടുവരല്ലേ. പറ്റുമെങ്കിൽ സിജിനോടൊരു ആശ്വാസവാക്ക് പറയും. നീ ചോദിക്കുന്ന പോലെ ഒരാശ്വാസവാക്ക് കൊണ്ട് ആരുടെ സങ്കടം ആവിയായി പോകത്തൊന്നുമില്ല. പക്ഷെ ഒരു വാക്കിന്, സങ്കടങ്ങളിൽ കൂടെയുണ്ടെന്ന ഒരേ ഒരു വാക്കിന് ഒരുപാട് ബലമുണ്ട്. ഏതു വലിയ മരുന്നിനേക്കാളും ഗുണം ചെയ്യും അത്ര ഒരു വാക്ക്. ഞാൻ പിന്നെങ്ങനെ പറഞ്ഞോളാം. എടാ, നിന്റെ സൗകര്യം പോലെ പറയാനുള്ളതല്ല ഒരാളോടുള്ള ആശ്വാസവാക്ക്. നിനക്ക് പറ്റുമെങ്കിൽ നീ ഇപ്പൊ പോയി പറയും. അല്ലെങ്കിൽ വേണ്ട, ഇതിൽ കൂടുതൽ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. പിന്നെ എല്ലാവരെയും വെറുപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നിന്റെ ഈ സ്വഭാവം നല്ലതാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ വലിയ മിടുക്കനായിരിക്കാം, പക്ഷേ എത്ര വലിയ കൊമ്പനും കൊമ്പ് കുത്തുന്ന ഒരു ദിവസം വരുവണം. എത്ര വലിയ മിടുക്കന്മാരുടെയും കണക്കുകൂട്ടലുകൾ പാളിപ്പോകുന്നൊരു ദിവസം വരും. തുലാപ്പയത്ത് പോലെ കണ്ണീര് പാഞ്ഞിറങ്ങുമ്പോ ഈ ധൈര്യവും കരളർപ്പും ഒന്നും കാണില്ല നിനക്ക്. ഒരാശ്വാസവാക്കിനായിട്ട് കൊതിക്കുന്നീ. പോക്കറ്റിൽ അട്ടിയടുക്കി വെച്ചിരിക്കുന്ന എത്ര നോട്ടുകെട്ടുകളുണ്ടെങ്കിലും ഓർത്തു വെച്ചോ. സത്യത്തെ ആശുപത്രി പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു വല്യണ്ണ. അത്രയ്ക്ക് വലിയ പനിയൊന്നും ഇല്ലായിരുന്നു. ഒരു തുളസി കാപ്പി കുടിച്ചാൽ മതിയായിരുന്നു. എന്നാ പിന്നെ മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങൾ പൊളിച്ചളഞ്ഞിട്ട് അവിടെ തുളസി കെട്ടാ പോരെ. എടി, രോഗത്തിന് ചികിത്സിക്കണം. എന്നാലും കാശില്ലാത്ത ഈ നേരത്ത്. കാശില്ലാത്ത നേരത്തിലേ കൃത്യമായി അസുഖം വരൂ. രോഗാണുക്കൾക്കും നല്ല ബോധമാ. നീ വന്നേ. ഞാൻ ആ രാമേന്ദ്രനോട് 500 രൂപ കടം മേടിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ അത് മതിയാകും. ഈ പ്രായത്തിലും വല്യണ്ണന്റെ കഷ്ടപ്പാട് ഓർക്കുമ്പോഴാ. കഷ്ടപ്പാടിന് അങ്ങനെ പ്രായമൊന്നുമില്ല. ദൈവം ഓടാൻ 2 കാലുകളും അധ്വാനിക്കാൻ 2 കൈകളും തന്നിട്ടുണ്ട്. അതിൻ്റെ ചൂട് തീരുന്നവരെ അധ്വാനിക്കണം. നിനക്കിപ്പോൾ ഈ അസുഖം വരേണ്ട കാരണം എന്താ? പെണ്ണിനെ ഓർത്തുള്ള, സീതയെ ഓർത്തുള്ള ആദി. ആദി കാണാതിരിക്കുവോ വല്യണ്ണ? റോഡുകളിൽ നിന്ന് മോങ്ങാൻ തുടങ്ങി. അവനെ, ആ ചതിയനെ ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് പോയിട്ടില്ല ചിരിച്ചു കളിച്ചുള്ള അവൻ്റെ നടപ്പ്. അടക്ക. പൂക്കുറ്റി. അത് പൂക്കുറ്റി അല്ലടാ, പൂക്കൂടാ. വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്. എന്ത് ചെയ്യാൻ പോവാ? നീയൊക്കെ അവന്മാരെ വഷളാക്കുന്നത്. ജംഗ്ഷനിൽ വെച്ച് കാണാല്ലേ. ഞാന് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്തിനാ മെമ്പറേ? അതെന്തൊരു ചോദ്യം. നമ്മൾ അന്യരാന്ന്. നാം ഒന്ന് നമുക്കൊരു പ്രശ്നം എന്നല്ലയോ? അതെ. എന്റെ പെങ്കൊച്ചിന്റെ കാര്യത്തിൽ വല്ല നീക്കുപോക്കും ഉണ്ടാവുമോ മെമ്പറെ? ഉണ്ടാവും, ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കിയിരിക്കുന്നു. അത് പറയാൻ വേണ്ടിയാ വന്നത്. എന്തു പറയാൻ? സമരത്തിന്റെ രൂപവും ഭാവവും മാറി. ആദ്യം ഞങ്ങൾ ബാലനെതിരെ നടത്തിയത് പന്തം കൊളുത്തി പ്രകടനമായിരുന്നു. അത് ബാലനും ഭാര്യയും കൂടെ ഊതിക്കെടുത്തി. ഇത്തവണ സമരം ഇച്ചിരി കൂടെ കടുത്തതാകാൻ പോവുക. നിങ്ങളും മുൻനിരയിൽ തന്നെ കാണണം. സീതയില്ലെങ്കിൽ എന്താ, പകരം പണക്കാരി മരുമകളെ കിട്ടിയില്ലേ? അതാ വയലോരം വീട്ടുകാരുടെ ഉള്ളിലിരിപ്പ്. അതനുവദിച്ചുകൂടാ. അനുവദിച്ചൂടാ? അനുവദിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്. അടുത്ത ആഴ്ച ഒരു വലിയ പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാ, എവിടെ വരിക? അവിടെ നിന്നാ മതി. വാ. അത് പിന്നെ എന്തുവാ അവിടെ അങ്ങോട്ട് അല്ല, ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അങ്ങോട്ട് പോവാം. അപ്പോൾ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. നിങ്ങൾ മുമ്പിൽ തന്നെ ഉണ്ടാവണം. ഉണ്ടാകും, ഉറപ്പായിട്ടും. അത് മതി. അപ്പം മരജാമ്യം വരത്തില്ലയോ?
സ്വന്തം മകളുടെ ജീവന്റെ കാര്യമാ. ആവുമെങ്കിൽ ഞാനും വരും. ആകുമെങ്കിലും നല്ല, നിങ്ങൾ വരണം. എന്നാ പിന്നെ നിങ്ങൾ വന്നേ. എന്നാ ശരി. ആട്ടോ പറഞ്ഞ് വിട്ട് കളഞ്ഞോ? ഞാൻ കാശ് കൊടുക്കാനായിട്ട് പോയതല്ലയോ? എന്തുവാടെ നീ കാണിച്ചു വച്ചിരിക്കുന്നത്? ഇനിയിപ്പോ അതുവരെ മാക്കായിട്ട് നടക്കാൻ ചെല്ലേ ചെല്ലേ. ഹലോ. ആ, ഒരു മരണം. ബ്രദറിലോടെ സിസ്റ്ററാ. ഓ, നമുക്ക് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. ആ, ചേട്ടച്ചാര് പോയിട്ടുണ്ട്. പുള്ളിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഏയ് ഇല്ലില്ല. ആ, എറണാകുളത്തെ മീറ്റിംഗ് മറ്റന്നാൾ മതി. ആ, മതിയെന്നേ. എവിടെ വെച്ച് വേണമെന്ന് ഞാൻ പറയാം. അതായത് നാളെ ഒരു ദിവസം എനിക്കൊരു പ്രിപ്പറേഷൻ വേണം, അതാ. ഓക്കെ ജെ പി, ശരി, ഓക്കെ, ബൈ. ആ രവി സാറേ, രവി സാറേ, എത്ര ദിവസം കൊണ്ട് ഞാൻ ഓടി കിടക്കുന്നു. ആ, എന്നാ പറ്റി? ഒരു രജിസ്റ്റേർഡ് ഉണ്ടായിരുന്നു. എനിക്കോ? പിന്നല്ലാതെ. സാധാരണ ഉരുപ്പടിയായിരുന്നെങ്കിൽ ഞാനങ്ങ് വീട്ടിലെറിഞ്ഞിട്ട് പോയേനെ. ഇതങ്ങനെയാണോ? രജിസ്റ്റേർഡ് അല്ലേ? അതാ കയ്യോടെ പിടിച്ചത്. ദാ ഇത് വെച്ചോ. സന്തോഷം. രവി സാറ് വലിയ നിലയിലൊക്കെ എത്തിയല്ലേ, വളരെ സന്തോഷമുണ്ട്. ആ, പിന്നെ എന്നും കുന്നും ഒരുപോലെ ഇരുന്നാൽ മതിയോ? ആ, അപ്പം ശരി. ശരി സാറേ. ആ പോസ്റ്റ്മാൻ കുഴപ്പമില്ലല്ലേടാ? ഇല്ല, സാറിനോട് നല്ല ബഹുമാനമുള്ള ആളാ. അതല്ലേ ഞാൻ 100 രൂപ കൊടുത്തത്. എനിക്കും സാറിനോട് നല്ല ബഹുമാനം. അത് നീ ഇപ്പം കയ്യിൽ വെച്ചിരുന്നാൽ മതി. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളത്തിനുള്ളത് കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നതാണോ രജിസ്റ്റേർഡ്? ഫ്രം വെൽ വിഷൻ. നിർത്ത്. എന്താ സാർ? എന്താ സാർ കാർ നിർത്താൻ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. നീ വണ്ടി വിട്. സാറിന് എന്തോ ഒരു വയ്യായിക പോലെ. വെള്ളം വേണം സാർ? നീ വണ്ടി എടുക്ക്, പോ. കുഞ്ഞേട്ടാ, ഞങ്ങള് വന്നു കുഞ്ഞേട്ടാ. അത് ഞാൻ എന്നാ വേണം? പിന്നെ ഉണ്ടല്ലോ, പിന്നെ എന്നാന്ന് വെച്ചാ പറ വേണേ. നിന്റെ പിന്നെ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല. പിന്നെ മനുഷ്യന്റെ അവിടുത്തെ ആ വയ്യാത്ത പലിച്ചേച്ചിയില്ലേ, അത് ചത്തുപോയി കുഞ്ഞേട്ടാ, ചത്തുപോയി. അതിന് ഞാൻ എന്നാ വേണം? കുഴിച്ചിട്ടു കുഞ്ഞേട്ടാ, കുഴിച്ചിട്ടു. മണ്ണിനകത്ത് വലിയ കുഴിയെടുത്ത് അതി കൊണ്ടങ്ങിട്ടു. ഇത് വലിയ നാശമായല്ലോ. അതിന് ഞാൻ എന്നാ വേണം? കുഴി മാറ്റി എടുത്തു തരണം. അത് മനുഷ്യന് ഒരുപാട് കരഞ്ഞു കുഞ്ഞേട്ടാ. അത് കണ്ടപ്പോ എനിക്ക് അങ്ങ് സങ്കടം. നീ ഇരുന്ന് കരഞ്ഞു. കുഞ്ഞേട്ടാ കേക്ക് കുഞ്ഞേട്ടാ. ഞങ്ങളുണ്ടല്ലോ കാറിൽ വരുമ്പോഴേ മനുഷ്യൻ പിന്നെയും കരച്ചില്ലായിരുന്നു. കരഞ്ഞെങ്കിൽ നീ പോയി കണ്ണീർ തുടച്ചു കൊടുക്ക, പോ. കുഞ്ഞേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് തന്നെ. മാറി വേണ്ട കൂടെ. എന്നതാ ഇവിടെ? എന്നാ നീ അലറിയതായിരുന്നു? എന്നാ ഒച്ചയായിരുന്നു? എവിടുന്ന് വരുന്നു ഇത്ര ശബ്ദം? തൊണ്ടക്കുഴിയിൽ മെഗാഫോൺ വെച്ചായിരുന്നു. പണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോ ആന അലർന്ന് കേട്ടിട്ടുണ്ട് ഇതുപോലെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്.
എനിക്ക് സൗകര്യമുള്ളത്ര ശബ്ദം ഞാൻ ഉണ്ടാക്കും. എന്നതാ കൊച്ചെ കാര്യം? ഞാനേ മനുഷ്യൻ കരുന്ന കാര്യോ അവിടെ കുഴിച്ചിട്ട കാര്യോ പിന്നെ ഞാൻ സങ്കടപ്പെട്ട കാര്യമൊക്കെ ഒന്ന് പറയാൻ ചെന്നതാ. അന്നേരം എന്നെ നീ അല്ലാതെ ആരെങ്കിലും ഈ മനുഷ്യ പറ്റില്ലാത്തോണ്ട് സംസാരിക്കാൻ പോവും? സിജ, ആ രവിയേട്ടാ, എത്ര വയസ്സുണ്ടായിരുന്നു അല്ലിക്ക്? 23. ഓ, ചെറിയ പ്രായം. അതെ, ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ രവിയേട്ടാ എൻ്റെ മോള്. ഓ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും കാര്യമുണ്ടോ? ആരൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കണമെന്ന് ദൈവമല്ലേ തീരുമാനിക്കുന്നത്? അതെ, ദൈവം എന്തിനാ എൻ്റെ പാവ അല്ലിയോട്? അല്ലി പാവമായിരിക്കാം, പക്ഷേ വേറെ ആരെങ്കിലും ചെയ്ത പാവത്തിന്റെ ഫലമായിരിക്കാം അല്ലി അനുഭവിക്കുന്നത്. രവിയേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും പാപം ചെയ്തു എന്നാണോ? സിജൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോന്ന് സിജനല്ലേ അറിയൂ. ഞാൻ പറഞ്ഞതേ ഒരു ലോകതത്വ. നമ്മളിപ്പോ ഒരു തെറ്റോ ചതിയോ വഞ്ചനയോ ചെയ്യുന്നുണ്ടെന്ന് വെക്കുക. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവത്തിന്റെ നോട്ടത്തിൽ അതൊരു ദൈവശിക്ഷയാവില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മുടെ മനസ്സ് നോവും, പശ്ചാത്തപിക്കൂ. എന്തായാലും എൻ്റെ അല്ലിയുടെ ജീവൻ എടുക്കാൻ തക്ക ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല രവിയേട്ടാ. അത് നമ്മുടെ തോന്നൽ. ദൈവത്തിന് എന്താ തോന്നുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. സത്യത്തിൽ സിജിന്റെ പെങ്ങൾക്ക് ഇത്ര സീരിയസ് ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ബാലേട്ടനോട് പറയുന്നത് പോലെ സിജിൻ എന്നോടൊന്നും പറയത്തുമില്ലല്ലോ. ഒത്തിരി കൂടുതലായിരുന്നു രവിയേട്ടാ. അതല്ലേ ഞാൻ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും നടത്താനായിട്ട് ഓടി നടന്നത്. ഇപ്പം എനിക്കത് മനസ്സിലായി. എന്ത് ചെയ്യാൻ സിജ? അന്ന് എനിക്കതത്ര മനസ്സിലായില്ലായിരുന്നു. അത്രയ്ക്ക് കാര്യമായി ആരും എന്നോടൊന്നും പറഞ്ഞതുമില്ലായിരുന്നു. അതല്ലേ ഞാൻ ആധാരം വെച്ച് ലോൺ എടുക്കുന്നതിനെതിരെ നിന്നത്. അതൊക്കെ പോട്ടെ രവിയേട്ടാ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാശില്ലാത്തവൻ്റെ ആയുസിൻ്റെ കാര്യത്തിൽ ദൈവത്തിനൊരു കണക്കുണ്ട്. അതവിടെ വരെ പോവൂ. ജീവിക്കാൻ ഒരുപാട് കൊതിച്ചിരുന്നവളാ എൻ്റെ അല്ലി. അവൾ എൻ്റെ കൂടെ വേണമെന്ന് ഞാനും ഒരുപാട് കൊതിച്ചു. പരസ്പരം ഇത്രയും സ്നേഹിച്ച കൂടപ്പിറപ്പുകൾ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതാവാം ദൈവം സ്നേഹം അത്രയും മതിയെന്ന് വെച്ചത്. കഴിഞ്ഞത് കഴിഞ്ഞു. സിജൻ ഇനി അതേപ്പറ്റി ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഒറ്റയടിക്ക് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റൂ രവിയേട്ടാ, നമ്മൾ പ്രാണന് തുല്യം സ്നേഹിക്കുന്നവരെ. അത് പറ്റില്ല. പക്ഷേ ചിലതൊക്കെ മാച്ച് കളഞ്ഞല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ അതേ വളരെ വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപകടോ? രവിയേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, മനസ്സിൽ ഈ സങ്കടം ഇങ്ങനെ തെങ്ങി നിറഞ്ഞു നിന്നാൽ അത് വലിയ കുഴപ്പമാവുന്ന. ഒറ്റയടിക്ക് പറിച്ചു കളയാൻ പറ്റത്തില്ലല്ലോ രവിയേട്ടാ. ചില ബന്ധങ്ങളും സങ്കടങ്ങളും ഒക്കെ അത് പതുക്കെ പോവൂ. ഒറ്റയടിക്ക് പിഴുതു കളഞ്ഞാൽ അന്നേരത്തെ ഒരു നീറ്റിലും പടച്ചിലും മാത്രമേ കാണൂ. സമയം നീളും തോറും സങ്കടത്തിന്റെ ആഴവും കൂടും. ആ പിന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? അതെന്തായി? എന്ത് തീരുമാനിച്ചു? കർമ്മം ഉറപ്പായിട്ടും കർമ്മം ചെയ്യും രവിയേട്ടാ. ഞാൻ എൻ്റെ അല്ലി ഇങ്ങനെ കിടപ്പായതിന് പിന്നിൽ ഒരു കഥയുണ്ട്. രവിയേട്ടനറിയില്ലത്, ആർക്കും അറിയില്ല. എൻ്റെ പെങ്ങളെ കുഴിച്ചു മൂടിയ 6 അടി നീളത്തിലുള്ള പച്ച മണ്ണിൽ കയ്യമർത്തി മനസ്സിനൊരു ശപഥം എടുത്തിട്ടുണ്ട്. കർമ്മം അത് തുടങ്ങാൻ പോവാ ഇനി. മനുഷ്യ മനുഷ്യ മനുഷ്യോ മനുഷ്യ എന്താ കിട്ടു? അപ്പച്ചമ്മ പറഞ്ഞു മനുഷ്യന് കഴിക്കാൻ വല്ലതും തരാന്. ചോറെടുക്കട്ടെ? എനിക്ക് വേണ്ട കിട്ടു. ആ അതെന്നാ, മനുഷ്യന് വിശപ്പൊന്നുമില്ലേ? വിശപ്പില്ല. ആ അതെന്നാ വിശപ്പില്ലാത്തേ? ഒന്നുമില്ല, അത്ര തന്നെ. ഉശ്ശോ,
മനുഷ്യനാണ് വിശപ്പില്ല. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ എപ്പോഴും അങ്ങ് വിശപ്പാ. എന്നാ കുട്ടിമണി പോയി കഴിച്ചോ. ഞാൻ കഴിക്കത്തില്ല. അതെന്നാ? അതേ പത്തരാവ് കഴിച്ചിട്ടേ ഭാര്യയെ കഴിക്കാവൂന്ന് അപ്പച്ചമ്മ പറഞ്ഞിട്ടുണ്ട്. ഓ കൊള്ളാമല്ലോടാ, നിന്റെ പൊട്ടിയൊരു ധർമ്മപത്നി ആയല്ലോ. ഇനി എന്നാ വേണം? ഞാൻ ദമ്മറക്കാരിയൊന്നും അല്ല അയ്യോ, പറഞ്ഞേക്കാം. ധർമ്മപത്നി എന്നാ പറഞ്ഞത്. ഞാൻ പന്നിയൊന്നും അല്ല, നല്ല മനുഷ്യക്കുഞ്ഞാ, മനുഷ്യക്കുഞ്ഞ്. പന്നീന്നല്ല, പത്നി. പത്നി നിന്റെ ഭാഷയിൽ പറയാണെങ്കിൽ ഭാര്യ. ഞാനല്ല ഭാര്യ, നല്ല ഒന്നാം തരം ഭാര്യ അല്ലേ? എന്നാ പിന്നെ നല്ല ഒന്നാം തരം ഭാര്യ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ. ആർക്ക് കുടിച്ചാനാ? എന്റെ ഭർത്താവിന് മാത്രം ഞാൻ വെള്ളം എടുത്ത് വെക്കത്തുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, ഭർത്താവിന് മാത്രം ഭാര്യ വെള്ളം എടുത്തു കൊടുത്താൽ അപ്പച്ചമ്മ പറഞ്ഞിട്ടുണ്ടാ. ഓ, നിന്റെ ഭർത്താവിന് കുടിക്കാൻ വേണ്ടി മാത്രം തന്നെ നീ പോയി എടുത്തിട്ട് വാ. മനുഷ്യന് ഇതാവശ്യുന്നുണ്ടോ? ഉണ്ട് കുട്ടിമണി, പോയിട്ട് വാ. ഇപ്പൊ കൊണ്ടുവരാവേ. ഇന്നെ കൊടുക്കത്തില്ല ശാദി. എടാ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എല്ലാവർക്കും ആ കാര്യത്തിൽ വിഷമവും ഉണ്ട്. എന്റെ പെങ്ങള് മരിച്ചതിൽ ആർക്കാ മതി ഇത്ര വലിയ വിഷമം? എനിക്ക് വിഷമമുണ്ട്. ഓ, മതിക്ക് വിഷമമുണ്ടല്ലോ. എനിക്ക് സമാധാനമായി. നീ എന്താ കളിയാക്കുവാണോ? ഭൂമിയിലിരിക്കുന്ന കുറച്ചുപേര് വിഷമിച്ചാല് മരിച്ചു സ്വർഗത്തിൽ പോയവര് തിരിച്ചു വരില്ലല്ലോ മതി. സ്വർഗത്തിൽ പോയവര് അവിടെ സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഭൂമിയിലിരിക്കുന്നവരെ ആശ്വസിക്കുക വേണ്ടത്. മറ്റുള്ളവരുടെ കാര്യത്തില് നമുക്ക് ആശ്വാസവാക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ ഒരു വാക്കുപോലും മനസ്സിൽ കാണില്ല. എന്നോടെന്തോ ദേഷ്യമുള്ളത് പോലാണല്ലോ നിന്റെ സംസാരം. എന്നാലാവുന്ന പോലൊക്കെ ഞാൻ സഹായിക്കുന്നില്ലേടാ. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മതി. പക്ഷേ എന്റെ അല്ലിയുടെ ഓപ്പറേഷൻ നടന്നിരുന്നെങ്കിൽ അവള് പോവില്ലായിരുന്നു. എടാ, അതിനുവേണ്ടി പണം തരാൻ ഞാൻ ആവുന്നത് ശ്രമിച്ചല്ലേ. ആ പൈസയല്ലേ കള്ളന്മാര് കൊണ്ടുപോയത്. കള്ളന്മാര് കാശ് കൊണ്ടുപോയി. കാലൻ എന്റെ പെങ്ങളുടെ ജീവനും കൊണ്ടുപോയി. നിനക്ക് വിശ്വാസമായിട്ടില്ലേ ആ പൈസ കള്ളന്മാര് കൊണ്ടുപോയതാണെന്ന്? മതി പറയുന്നത് എന്തും എനിക്ക് വിശ്വാസമാ. പക്ഷേ എന്റെ നഷ്ടം അത് ചെറുതാണെന്ന് മാത്രം പറയരുത് പ്ലീസ്. നിന്റെ നഷ്ടത്തില് നിന്റെ കൂടെ നിന്ന് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. വിട്ടുപോയവരെ കുറിച്ച് വേദനിച്ചിട്ട് കാര്യമില്ലടാ. വിട്ടുപോയവർ ഒരു കാലത്ത് വേണ്ടപ്പെട്ടവരായിരുന്നു മതി. എന്റെ പെങ്ങൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു, എന്റെ ജീവന്റെ ഭാഗമായിരുന്നു. എന്റെ ശരീരത്തിലെ അവയവങ്ങൾ മുറിച്ചു മാറ്റിയപ്പോലും എനിക്കിത്രയും നോവത്തില്ലായിരുന്നു. അല്ലിയുടെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ പ്രയത്നിക്കുകയാണ് മതി വേണ്ടത്, അല്ലാതെ മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല. അല്ലിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവളുടെ വിധി. അതേപ്പറ്റി ഓർത്ത് സഹതപിക്കാനല്ലേ എനിക്ക് കഴിയൂ. അല്ലിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് വെറും വിധി മാത്രമാണല്ലേ? മതിക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഇങ്ങനെ? എന്റെ പെങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ മതിയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നു. എടാ, ഞാൻ നിർത്തിയേക്ക്. ഏത് നിമിഷവും പൊട്ടിച്ചു തറാവുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാ എന്റെ മനസ്സ്. കുപ്പിച്ചില്ലുകൾക്കും ഇതേ കോർത്തു വലിക്കുന്നത് പോലെയാ എന്റെ മനസ്സ്. എപ്പോഴാ എനിക്കെന്റെ കൈമോശം വരികയാണെന്ന് എനിക്കറിയില്ല. എന്റെ അല്ലിയുടെ ആത്മാവിന്റെ പെർമിഷന് വേണ്ടി കാത്തു നിൽക്കുക ഞാൻ. അത് കിട്ടിയാൽ ഒരറ്റത്തു നിന്ന് ഞാൻ അങ്ങ് തുടങ്ങും. ആരുടെയൊക്കെ തല മണ്ണി വീഴുമെന്ന് മതിക്ക് കൃത്യമായിട്ട് അറിയാലോ. എടാ പ്ലീസ്, എന്ത് കാര്യത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അല്ലിയുടെ മരണത്തിന് എന്ത് കോമ്പൻസേഷൻ വേണമെങ്കിലും. നീ എന്റെ പെങ്ങൾക്ക് വിലയിടാൻ വരുന്നോ? ഒരിക്കൽ നീയും നിന്റെ മറ്റവനും കൂടി വിലയിട്ടതാ അവളുടെ ജീവൻ. ഇനി അവളുടെ ആത്മാവിനെ കൂടി വിലക്ക് വേണോ? എടാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നീ ഒന്നും ഉദ്ദേശിക്കണ്ട. പകയുടെ ചാണക്കല്ലിൽ ഞാൻ രാഗിം എനിക്കൊരു കത്തി എന്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ എടുക്കരുതേ എന്ന് 3 നേരം ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നീ. മനുഷ്യ വെള്ളം വെള്ളം കുച്ചോ. കൊരങ്ങാലി വെള്ളം, കൊരങ്ങാലി. കൊരങ്ങാലി അല്ലേ കുട്ടുമണി? കരിങ്ങാലി. അതെ.
ദേ ഇതുപോലെ കുടിച്ചിറക്കുക ഞാനെല്ലാം. ഒന്നും തികട്ടി വരരുതെന്ന് പ്രാർത്ഥിച്ചോ. അങ്ങനെ വന്നാൽ തിരിച്ചു തുപ്പുന്നത് കാളകൂടെ വിഷമായിരിക്കും. ഓർത്തോ. ആ, ഞാനിവിടെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു പഴയ വീടില്ലേ, അതിനകത്തുണ്ട്. ഇനി പുറത്തിറങ്ങിയെന്ന് നാട്ടുകാരും കാണണ്ട. അതൊരു പ്രശ്നമാവണ്ട. നീ വേഗം വാ. നീ അവിടെ നിന്ന് ഇറങ്ങിയത് പോലുമില്ലേ? നീ വാ. ഓക്കെ. ആ ഭാരതി, നോട്ടുകെട്ടിലൊക്കെ സീരിയൽ നമ്പർ കാണും. പഴയ പോലെ അല്ല. പോലീസ് ரொம்ப ஜாக்கிரதையா இருக்கு. ஆனா நீங்களும் ஜாக்கிரதையா இருக்க வேண்டும். ஆண்டனி அங்கே இருக்கா? சரி, ഫോണെ കൊടു. ആന്റണി, ആ ലോറിയുടെ കാര്യം എന്തായി? ആ, ടോറസ് തന്നെ വേണം. ഏയ്, ഉദുമൽപേട്ടയിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ നിന്ന് ലോഡ് എടുക്കാൻ നമുക്കൊരു കരാർ കിടച്ചു. ഏയ്, കരാർ കിട്ടിയെന്ന്. ഛേ, മറ്റേ പാണ്ഡ്യയോട് സംസാരിച്ചോണ്ടേ എനിക്ക് തമിഴ് വായിക്കയറി വന്നു. ആ ശരി ശരി, ഞാനിപ്പോ മനസ്സിനെ കണ്ടിട്ട് വരും. ആ കാശ് കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ഞാൻ തന്ന കാശിനകത്ത് തന്നെ ചെലവ് നിൽക്കണം, കേട്ടോ? ആ, മനസ്സ് ഞാൻ വരുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. എന്താടാ അത്യാവശ്യം ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നത്? ഇവിടെയും വല്ല റിയൽ എസ്റ്റേറ്റ് പരിപാടിയും തുടങ്ങിയോ? ഇവിടെ റിയൽ എസ്റ്റേറ്റ് അല്ല, ഇവിടെ നോട്ടിരട്ടിപ്പാ. ഞാനിവിടെ പുതിയൊരു ടീമിനെ പരിചയപ്പെട്ടു. 50,000 രൂപ ഒറിജിനൽ അങ്ങോട്ട് കൊടുത്താൽ 1,00,000 രൂപ വ്യാജൻ ഇങ്ങോട്ട് കിട്ടും. എടാ നീ ചുമ്മാതിരിക്കും, അതൊക്കെ അപകടം പിടിച്ച കളികളാ. എന്താ അപകടം? എടാ, കാശ് ബൾക്കായിട്ടിറക്കി കളിച്ചാലേ പ്രശ്നമുള്ളൂ. ഓരോ താളായിട്ട് ഇറക്കിയാൽ സേഫാ. എടാ നീ ചുമ്മാ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകരുത് ശിവ. ഇപ്പൊ വന്ന കാര്യം പറ. ആ, അതിലേക്കാ വരുന്നത്. എടാ, അന്ന് നിന്റെ മതികളെ ആക്രമിച്ച ഗുണ്ടകളില്ലേ, കാശും കൊണ്ടുവന്നപ്പോ അതിലൊരാളെ ഞാൻ കണ്ടു. നിനക്കെങ്ങനെ അറിയാം? അന്ന് അടിവാര സ്റ്റേഷനിൽ വെച്ചേ SI കുറെ ഗുണ്ടകളുടെ പടം കാണിച്ചു. അതിൽ 1-2 പേരെ ഡ്രൈവർ തിരിച്ചറിയുകയും ചെയ്തു. അതിലൊരാളെ ഞാൻ കണ്ടത്. എടാ, എവിടെ വെച്ച് കണ്ടു എന്നാ നീ പറയുന്നേ? മതികളുടെയൊക്കെ ഓഫീസിന്റെ മുമ്പിൽ വെച്ച്. എടാ, വെറുതെ നിനക്ക് തോന്നിയതാവും. അല്ല, സത്യമായിട്ടല്ല. ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. ഗുണ്ട അവിടെ നിൽക്കുന്നു, അകത്തുനിന്ന് സെക്യൂരിറ്റി ഒരു കവർ കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് നീ ആ കാഴ്ച കണ്ട് രസിച്ചു വന്നു. നിനക്ക് പിടിക്കാൻ മേലായിരുന്നു അവനെ? അതല്ലേ രസം. ഞാൻ റോഡ് ഓടിപ്പാഞ്ഞ് ക്രോസ് ചെയ്തപ്പോഴേക്കും അവൻ ഒരു വാൽ കയറി പൊക്കഴിഞ്ഞു. വണ്ടിയുടെ നമ്പർ അതും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നീല മാരുതി വാനാ, എറണാകുളം രജിസ്ട്രേഷൻ. ആ, എറണാകുളത്ത് പിന്നെ 3-4 നീല വാനല്ലേ ഉള്ളൂ. എളുപ്പമാ കണ്ടുപിടിക്കാൻ. എടാ, എനിക്കിപ്പോ ഒരു സംശയം. എന്താ? ഈ കാശ് തട്ടിയെടുത്തെന്ന് പറയുന്നത് മതികലയുടെ ഒരു നാടകമാണോ? എന്തിന്? കാശ് തരാതിരിക്കാൻ. അല്ലാതെ എന്തിനാ? എടാ, അങ്ങനെ ചതിക്കുവോ അവള്? സ്വന്തം അപ്പനെയും കെട്ടിയവനെയും ചതിച്ചോൾക്കാണോടാ നിന്നെ ചതിക്കാൻ പാടില്ല. എങ്കിൽ കൊല്ലും ഞാൻ. എന്റെ പെങ്ങടെ ദേഹത്ത് വീണ പച്ചമണ്ണ് ഉണങ്ങിയിട്ടില്ല ഇതുവരെ, അറിയാമല്ലോ. തൽക്കാലം നീ കൊല്ലാനും തിന്നാനും ഒന്നും നിൽക്കണ്ട. ഒന്ന് അന്വേഷിക്കേ, രഹസ്യമായി. അതിനുശേഷം ബാക്കി. ശരിയെന്ന്. എടാ, നീ എന്താ എന്നോടിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നെ? ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആരോട് മുഖം വീർപ്പിക്കുന്നൊന്നുമില്ല. എന്റെ സങ്കടം അതെനിക്കല്ലേ അറിയൂ. എടാ, നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്താ അത്? നമ്മുടെ കാര്യം തന്നെ. രവിയേട്ടന് നല്ല സംശയം വീണിട്ടുണ്ട്. എനിക്കത് ഉറപ്പാ. എന്താ
എന്താ അങ്ങനെ തോന്നാൻ? രവിയേട്ടന്റെ പെരുമാറ്റം ഇതൊക്കെ എനിക്ക് നിന്നോട് പറയാൻ നിന്നെ എനിക്കൊന്ന് കിട്ടിയിട്ട് വേണ്ടേ? രവിയേട്ടൻ എന്ത് പറഞ്ഞു? ഒന്നും അങ്ങോട്ട് വിട്ടു പറഞ്ഞില്ല, പക്ഷേ ചില പെരുമാറ്റങ്ങൾ, നോട്ടങ്ങൾ, അർത്ഥം വെച്ചുള്ള ചില മൂളലുകൾ, സംസാരങ്ങൾ. സൂക്ഷിക്കണം മതി, സമയം അത്ര നല്ലതല്ല എനിക്ക്. നിന്റെ സമയം മോശമെന്ന് പറഞ്ഞാ അത് എന്റെ കൂടെ സമയമൊന്നല്ലേ? അതെ, അതാണ് പറഞ്ഞത്. ജാഗ്രത. ഇനി നീ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ടോ? എന്താ? അല്ല, അല്ലിയുടെ കർമ്മങ്ങൾ. അല്ലിയുടെ കർമ്മങ്ങൾ എന്താ? അത് ചെയ്യണ്ടേ? അതല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ അല്ലിയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു അന്വേഷണം? പെട്ടെന്നൊന്നും അല്ലല്ലോ, ഞാൻ തിരക്കാറില്ലേ? അതല്ല, പെട്ടെന്നൊരു സ്നേഹം എന്താണെന്ന്. സ്നേഹം എനിക്ക് എപ്പോഴും ഇല്ലേ? ജീവിച്ചിരുന്നപ്പോ അല്ലിയോടില്ലാത്ത സ്നേഹമാണല്ലോ മരിച്ചു കഴിഞ്ഞപ്പോ. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. നിന്റെ ഈ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ മാറ്റടാ നീ. അല്ലിയുടെ കർമ്മങ്ങൾ എന്താണെന്നും അറിയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അല്ലിയുടെ കർമ്മങ്ങൾ എന്താണെന്ന് അറിയാനാണോ, അതോ മനസ്സിജന്റെ കർമ്മങ്ങൾ ഇനി എന്താണെന്ന് അറിയാനോ? മനസ്സിജ, നീ എന്താ ഈ പറയുന്നേ? ഇതെന്റെ തോന്നലാണ്. ആകാംക്ഷ നിനക്കാണെന്ന് ഞാൻ പറയില്ല, അവനായിരിക്കും അല്ലേ ആ സഞ്ജയന്. മനസ്സിജൻ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയേണ്ടതും അതിന് മറുപടി ചെയ്യേണ്ടതും അവന്റെ ആവശ്യമാണല്ലോ, അല്ലേ? മനസ്സിജ, സഞ്ജയ് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കണം. വിശ്വസിക്കണം? ഞാൻ മനസ്സിജനോട് എന്ത് കള്ളവാ ഇതുവരെ ചെയ്തിട്ടുള്ളത്? ചെയ്തിട്ടുള്ളതെല്ലാം നല്ല ഒന്നാന്തര സത്യമായിട്ടാ. അതിനു പിന്നിൽ ഇനി എന്തെങ്കിലും കള്ളങ്ങളുണ്ടോന്ന് ഞാൻ കണ്ടെത്തിക്കോളാം. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഉറങ്ങുവാണോ ഉണരുവാണോ, ഉണർന്നോ നിന്നോ തിരിഞ്ഞോ ചരിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നത് അവനാണെങ്കിൽ, ആ സഞ്ജയനാണെങ്കിൽ അവനോട് പോയി പറഞ്ഞേക്ക് നല്ല ഒന്നാന്തര ഒരു പിച്ചാത്തി ഞാൻ വാങ്ങിച്ച് കൈ വച്ചിട്ടുണ്ടെന്ന്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാനത് രാഗിം എനിക്ക് വയ്ക്കുന്നുണ്ടെന്ന്. അതവന്റെ വാരിയലിനിടയിൽ തിരികാൻ സമയമാകുമ്പോൾ ഞാനത് കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞേക്ക്, കേട്ടോ? സിജന്റെ ഒരു കാര്യം. ആരുടെ? മനസ്സിജന്റെ. എന്തുപറ്റി? ഈ രവിയേട്ടനെന്തോ ഒന്നും അറിയാത്ത പോലെ. സിജന്റെ പെങ്ങള് മരിച്ചുപോയില്ലേ? മരിച്ചുപോയത് മനസ്സിജന്റെ പെങ്ങളല്ലേ, മനസ്സിജനല്ലല്ലോ. അപ്പൊ പിന്നെ ഇത്രയും സങ്കടപ്പെടേണ്ട കാര്യം എന്താ? നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഒരു സങ്കടം വരുമ്പോഴല്ലേ നമ്മളും കൂടുതൽ സങ്കടപ്പെടുന്നത്. എന്നിട്ട് വേണ്ടപ്പെട്ടവരൊക്കെ ആശ്വസിപ്പിച്ചോ? രവിയേട്ടൻ എന്താ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? രവിയേട്ടനല്ലേ സിജന്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആള്, അളിയൻ. ആശ്വസിപ്പിച്ചില്ലേ? ഒരു കണ്ടോളൻസ് പറഞ്ഞു. അതല്ലേ എല്ലാവർക്കും പറയാൻ പറ്റൂ. ഞാൻ ആശ്വസിപ്പിക്കുന്നത് പോലെ അല്ലല്ലോ മതി ആശ്വസിപ്പിക്കുന്നത്. എന്റെ ആശ്വസിപ്പിക്കലിനെന്താ കൊമ്പുണ്ടോ? അതല്ല, ഞാനൊരു മുരട്ട് സ്വഭാവക്കാരൻ. ഞാൻ ആശ്വസിപ്പിച്ചാൽ ഇത്രയ്ക്ക് ആശ്വാസമേ വരൂ. അത്രയും വന്നാ മതി. രവിയേട്ടന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ? പറയൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നില്ല. രവിയേട്ടന് ഫീൽ ചെയ്യും. നീ പറയേ. നീയോ? അല്ല, മതി. ഓ, അത് ശരി. പൊന്നെ വിളിയൊക്കെ നിർത്തി ഇപ്പൊ നീയെന്നും എടിയെന്നൊക്കെ ആയോ? എപ്പോഴും പൊന്നെന്ന് വിളിച്ചാലേ പൊന്നിന്റെ തിളക്കം കുറയത്തില്ലേ? ഓ, എന്ന്. എന്താ കാര്യം പറയൂ, കേൾക്കട്ടെ. എന്റെ മനസ്സിൽ എന്താണെന്ന് എന്റെ പെണ്ണിനെ അറിയാവുന്ന നോക്കട്ടെ. ആ സംഭവം രവിയേട്ടന്റെ മനസ്സിൽ. ഏത് സംഭവം? ആ സംഭവം തന്നെ. ഏത് സംഭവം പറ മതി. ബാങ്ക് ലോൺ മുടക്കിയതേ. അത് പാസ്സായിരുന്നെങ്കിൽ മനസ്സിജന്റെ പെങ്ങളുടെ ഓപ്പറേഷൻ നടന്നേനെ. ആ കുട്ടി മരിക്കത്തുമില്ലായിരുന്നു.
ഇതൊക്കെയല്ലേ രവിയേട്ടൻ ഓർത്തിരുന്നത്? ആ അതെ അതെ. എന്റെ ചെക്കൻ പാവം ആയതുകൊണ്ടാ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഈ താടിയും മുടിയും ഗാംഭീര്യം ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഉള്ളു കൊണ്ട് പാവോ. ഉള്ളു കാണാൻ പറ്റത്തില്ലല്ലോ മതി. എന്റെ മാത്രമല്ല എല്ലാവരുടെയും. അർത്ഥം വെച്ചുള്ള സംസാരം ഇച്ചിരി കൂടുന്നുണ്ട് ചെക്കന്. ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ട മതി. രവിയേട്ടാ, എന്നോട് വലിയ സാഹിത്യം ഒന്നും പറയല്ലേ. ദേ ഓന്തക്കിട്ടൊരു കുത്തു വെച്ചു തരും. ഇതെന്തൊരു നോട്ടോ രവിയേട്ടാ, ഒരുമാതിരി കള്ളപ്പുള്ളികളെ നോക്കുന്ന പോലെ. രവിയേട്ടന്റെ കള്ള നോട്ടം കണ്ടാ തോന്നുവല്ലോ എന്നെ ഏതോ രഹസ്യ കാമുകനാണ് വിളിക്കുന്നതെന്ന്. നോക്ക്, ഇതാരാണെന്ന് നോക്ക്. ഇതെന്റെ അമ്മ തന്നെ. എന്റെ പൊന്നു മതി, ഞാൻ സംശയിച്ചൊന്നും ഇല്ലേ. ആ ഹലോ അമ്മേ. ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. ആ ശരി. അമ്മയ്ക്ക് എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്. ഞാൻ പോയിട്ട് വരട്ടെ രവിയേട്ടാ. പോയിട്ട് വാ. താങ്ക് യു. എക്സ്ക്യൂസ് മീ, ഡോക്ടർ രമാഭായ്. മാഡം റൂമിലുണ്ട്. ഓക്കെ. മേ ഐ? യാ ഷുവർ. ഞാൻ മതികല. ഓ, ജലജ മാഡം വിളിച്ചിരുന്നു. നേരത്തെ ഇവിടുത്തെ സോഫി ഡോക്ടറും വിളിച്ചു. മതികല എന്നൊരു സുന്ദരിക്കുട്ടി വരും, വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ്, എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞു. താങ്ക്സ് ഡോക്ടർ. പറയൂ, ഞാൻ മതികലയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അത് മടിക്കാതെ പറഞ്ഞോളൂ. സംതിങ് കോൺഫിഡൻഷ്യൽ. ഓ, പറഞ്ഞോളൂ. അത് പിന്നെ ഡോക്ടർ, സംഗതി കുറച്ചെന്നല്ല, മൊത്തത്തിൽ ഔട്ട് ഓഫ് ദി വേ ആണ്. എന്ന് വെച്ചാൽ വഴിവിട്ടൊരു സഹായം. അതെ. ആട്ടെ, അതിനു പകരമായി എനിക്ക് എന്തു തരും മതികല? ഡോക്ടർ പറഞ്ഞാ മതി. എങ്കിൽ പിന്നെ അതങ്ങ് ആദ്യമേ പറഞ്ഞേക്കാം. എനിക്കൊരു മകനുണ്ട്. ആണായിട്ടും പെണ്ണായിട്ടും ഒരു മകനേ ഉള്ളൂ. പേര് കരുൺ. എഞ്ചിനീയറിംഗിന് പഠിക്കുക. ഈ വർഷം കോഴ്സ് തീരും. അവനൊരു ജോലി വേണം. ഉള്ളത് പറയാലോ, ഇത്തിരി തല്ലിപ്പൊളിയൊക്കെ കയ്യിലുള്ള എനുവാ. അവൻ എവിടെയെങ്കിലും ഒരു പ്ലേസ്മെന്റ് കിട്ടിയാ ഞാൻ രക്ഷപ്പെട്ടു. അത് ഞാൻ ശരിയാക്കാം ഡോക്ടർ. തല്ലിപ്പൊളികളെ ഞങ്ങളുടെ കമ്പനിക്ക് ആവശ്യമുണ്ട്. എങ്കിലും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് കലമതിയോട്. ഡോക്ടർ മതികലെന്നാ. ആ മതികല, ഞാൻ കലയെന്ന് വിളിച്ചോളാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ആ ഇനി പറയ്, മോൾക്ക് എന്ത് സഹായമാ വേണ്ടത്? അത് പിന്നെ എന്റെ ഭർത്താവിന് ഒരു പെങ്ങളുണ്ട്. ബുദ്ധിയില്ലാത്തൊരു പെണ്ണാ. അവളെ ഒന്ന് ഒതുക്കേണ്ടത് എന്റെ ആവശ്യമാ. അയ്യോ, മരുന്ന് കൊടുത്ത് തളർത്തിക്കിടത്തമെന്നാണോ? അതൊന്നുമല്ല, ഇത് വേറൊരു കളിയാ. അവളുടെ ആയുസിൽ തൊടാതെ ഉള്ള ഒരു കളി. കലമതി അല്ല, മതികല പറഞ്ഞോ എന്താണെന്ന്? എന്നാലല്ലേ എനിക്ക് അറിയാൻ പറ്റൂ. പറയാം, ശ്രദ്ധിച്ച് കേക്കണം. മോളെ, അപകടം പിടിച്ച കളിയാ ഇത്. സാരമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാലും 50,000 രൂപയുണ്ട്. ഡോക്ടർക്ക് ഇഷ്ടമുള്ളത് എന്താണോ
അത് പർച്ചേസ് ചെയ്യാം. പിന്നെ മോന്റെ ബയോഡേറ്റ ഇന്ന് തന്നെ തയ്യാറാക്കി വെച്ചു. ഡോക്ടർക്ക് എന്നെ അറിയാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തന്ന ഡോക്ടർ ചിന്തിക്കുന്നതിനപ്പുറം ഞാൻ തരും. ഡോക്ടർ ഒന്നും പറയണ്ട, എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ. ഇനി അമ്മ ഡോക്ടറെ വിളിച്ചോളും, വന്ന് കണ്ടോളും. വേണ്ടതുപോലെ ചെയ്യുമല്ലോ അല്ലേ? അപ്പൊ ഓക്കെ. എന്റെ സഞ്ജു, നീ ഇങ്ങനെ കിടന്ന് വിളിച്ചു മരിക്കണ്ട. ആ മനസ്സിന് ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. എന്താ ആറ്റിറ്റ്യൂഡ് എന്നൊന്നും പറയാറായിട്ടില്ല. ആ ഇല്ലെന്നേ. ഡാ, ഞാൻ ഇവിടെ വേറൊരു കാര്യത്തിന് വേണ്ടി വന്ന് നിൽക്കുക. നീ പിന്നെ വിളിക്ക്. ഡാ, പിന്നെ വിളിക്കാൻ. ശരി. ആ ഹലോ, എന്റെ പൊന്നമ്മേ, അമ്മ എവിടെ എത്തി? ഉള്ളത് പറ. വെറുതെ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് എന്നെ ഭ്രാന്താക്കല്ലേ. പതിവ് പോലെ ഞാൻ പെരുവഴിയിൽ കുറ്റിയടിച്ച് നിൽക്കണം. 2 മിനിറ്റ് കൂടി ഞാൻ നോക്കും. അത് കഴിഞ്ഞ് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും, പറഞ്ഞേക്കാം. പിന്നെ ഞാൻ നിൽക്കുന്നിടത്ത് വരേണ്ടി വരും. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കുണ്ടും കുഴിയൊക്കെ ചാടി ഇങ്ങ് വരണ്ടേ? ഞാനല്ലല്ലോ പൊതുമരാമത്ത് മന്ത്രി, എന്നോട് ഇതൊക്കെ പറയാൻ. ഓ, തർക്കത്തിനാണോ നീ എന്നെ വിളിച്ചത്? തർക്കവും കുന്തവും ഒന്നുമല്ല. എന്തായി പോയ കാര്യം? സംഗതി കിട്ടിയോ? കിട്ടാതെ പിന്നെ എവിടെ കാണത്തെ? ഹായ്, ഇതാണോ അത്? കുട്ടിമണിക്കെതിരെയുള്ള എന്റെ ക്യൂട്ട് വെപ്പൺ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അത് അമ്മ എന്നെ പഠിപ്പിക്കണ്ട. എന്തു പറഞ്ഞാലും അഹങ്കാരമാണല്ലോ മുമ്പിൽ നിൽക്കുന്നേ. അമ്മയുടെ അല്ലേ മോള്. കുട്ടിമണിക്ക് നീ ഇതെങ്ങനെ കൊടുക്കും? അതൊക്കെ ഉണ്ടമ്മേ. ഇതോടുകൂടി കുട്ടിമണിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമാവും. ആവണം. നമ്മളെ അപമാനിക്കുന്ന ആരെയും വെറുതെ വിടരുത്. പക തോന്നിയാൽ പത്തിക്കടി കിട്ടിയ പാമ്പും മാണിക്യമംഗലത്തെ പെണ്ണുങ്ങളും ഒരുപോലെയാണെന്നൊരു പറച്ചില് തന്നെയുണ്ട് നാട്ടുകാർക്കിടയിൽ. 10 ആണിന് സമമാണത്രേ മാണിക്യമംഗലത്തെ ഒരു പെണ്ണ്. ഞാൻ അതേ തലയെടുപ്പോടെയാ നിന്നിട്ടുള്ളത്. ഇപ്പോ നീ നിൽക്കാൻ ശ്രമിക്കുന്നതും നിന്നെ ഞാൻ നിർത്താൻ ശ്രമിക്കുന്നതും അതേ ഹൈപ്പിലാ. ഒറ്റയിടത്ത് മാത്രമേ എന്റെ മോൾക്ക് തെറ്റിയുള്ളൂ. കാൽ കാശിന് ഗതിയില്ലാത്ത ഒരു തെണ്ടിയോട് പ്രേമം തോന്നിയെടുത്ത്. നിർത്തിയേക്ക്. ഇത് പറയാനാണോ നിങ്ങൾ ഓടിക്കതച്ചിങ്ങോട്ട് വന്നത്? കാൽ കാശിന് ഗതിയില്ലാത്ത ഒരാളെ ഞാൻ എന്തിനു പ്രേമിച്ചു എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അതിന്റെ കാരണം അറിയത്തില്ലേ? മതി, ഞാൻ മിണ്ടരുത്. എല്ലാം കഴിഞ്ഞപ്പോ മാറി നിന്ന് കുറ്റം പറയുന്നു. മതികലം ഒരാളെ വെറുത്താൽ അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും. പക്ഷെ ഒരാളെ ഇഷ്ടപ്പെട്ട അതിന്റെ പിന്നിൽ 10 റീസൺ ഉണ്ടാവും. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. കുറ്റപ്പെടുത്തരുത്. മറ്റാരെന്നെ കുറ്റപ്പെടുത്തിയാലും നിങ്ങൾക്കതിനുള്ള അർഹതയില്ല. ആ, അത് വിട്. കുട്ടിമണിയുടെ കാര്യം പറ. മനസ്സിജന്റെ മനസ്സ് കീഴടക്കി ആ പൊട്ടി. അതാ ഇങ്ങനൊരു അറ്റ കൈ പ്രയോഗം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ബുദ്ധിയില്ലാത്ത ഒരുത്തി അവന്റെ മനസ്സിൽ ഇടം നേടിയപ്പോ തോറ്റതാരാ? ബുദ്ധിയുള്ള ഈ ഞാൻ വീണ്ടും പറയുവാ, സൂക്ഷിച്ചു വേണം. അമ്മ എന്നെ പഠിപ്പിക്കണ്ട. അണ്ടർഹാൻഡ് ഓപ്പറേഷനുകൾ മതികല ഇത് ആദ്യമായിട്ടല്ല ചെയ്തിട്ടുള്ളത്. എന്നാ ശരി, അമ്മ പൊയ്ക്കോ. എനിക്ക് ടൗണിലൊരു ചെറിയ പർച്ചേസ് ഉണ്ട്. എന്തിനടി ചുമ്മാ ഡ്രസ് വാരിക്കുട്ടി കാശ് കളയുന്നത്? 10 ലോറി കയറ്റാനുള്ളത് ഇപ്പൊ തന്നെ ഇല്ലേ? അമ്മയ്ക്ക് ഒരു ഗുഡ്സ് ട്രെയിനിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും ഓർണമെന്റ്സും ഇല്ലേ? എന്നിട്ടും ആഴ്ച തോറും പർച്ചേസ് അല്ലേ? ഇതെനിക്ക് വേണ്ടിയല്ല, വേറൊരാൾക്ക് വേണ്ടിയാ. ആർക്കു വേണ്ടി? അമ്മ പോവമ്മേ.
ഓ അതും രഹസ്യമാണോ? ശരി, നമ്മൾ പോയേക്കാവേ. കുട്ടിമണി, മനസ്സിൽ 50,000, മനസ്സിൽ 70,000, മനസ്സിൽ